യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം നമുക്ക് വായിക്കാം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. ഇത് യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകൾക്കകത്തെ ഒരു വചനങ്ങളാണ്. യിരെമ്യാവ് ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട് ആ പ്രവാചകന് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുന്ന വാക്കുകൾക്കകത്ത് പോലും പ്രവചന ദൂതുകളുണ്ട്. പഴയ നിയമത്തിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉണ്ട്. ഞാൻ ഈ ഭാഗം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളിലോട്ട് ഈ ദൂതിനെ ഒന്ന് കൊണ്ടുവരിക. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, ഇരാവുങ്ങൾ, എഹെസ്കേൽ, ദാനിയേൽ അങ്ങനെ വരുന്നതെല്ലാം വലിയ പ്രവാചകന്മാരും, പിന്നീട് ഹോശയ്യ മുതലുള്ളവർ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പ്രവാചക സംഖ്യകളെയാണ് പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പം ദൈവത്തിലേക്ക് ജനത്തെ അടുപ്പിക്കാനാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്. ഇപ്പൊ പ്രവചനദൂതൊക്കെ വരുമ്പം വല്ല കുറവുണ്ട്, അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആരെയും കുറ്റം വിധിക്കുകയും ചെയ്യരുത്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അടുത്തോണം ദൈവത്തോട്. അത് നിനക്ക് വലിയ അനുഗ്രഹമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തില് ദൈവം യിരെമ്യാവിനെ പ്രവചിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവം യിരെമ്യാവിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ പിന്മാറ്റത്തിൽ പോയ ജനത്തിനിടയിലായിട്ടാണ് വിടുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനം. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിൽ വന്നിട്ട് ദൈവത്തിൽ നിന്ന് ഈ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. ആരോട് അടുത്തിരിക്കുന്ന? ദൈവത്തോട് അടുത്തിരിക്കുന്നവളെ തൊട്ടേ ചോദിക്കുക, ദൈവത്തോട് എന്തുമാത്രം അടുപ്പമുണ്ടെന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട്. എന്തുമാത്രം അടുപ്പം ദൈവത്തോട് ഉണ്ട്. ദൈവത്തോട് അടുപ്പമുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം നടത്തി തരും. നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ധാരാളം സ്പിരിറ്റുകളുണ്ട്. പുറകോട്ട് കൊണ്ടുപോകാതെ മുന്നോട്ട് നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വചനം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഒരാമയും പറയണം. അതുകൊണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം വലിയ കൊള്ള കണ്ടു കിട്ടിയവരാവല്ല ഇപ്പൊ ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ യിരെമ്യാവിനെ ദൈവം പ്രവചിക്കാൻ എഴുന്നേൽപ്പിച്ച എപ്പോഴാന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ജനം അകന്നു പോയപ്പോൾ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരണം. അതിനാണ് സ്തോത്രം ദൈവം പ്രവാചകന്മാരെ ആ കാലങ്ങളിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, യിരെമ്യാവ് പ്രവചിക്കുവാനായിട്ട് നിൽക്കുമ്പം യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ അവരോട് ഞാൻ പ്രവചിക്കണം എന്ന്. യിരെമ്യാവ് പറയാം, അയ്യോ കർത്താവേ, എനിക്ക് ആ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. ഹല്ലേലൂയ. ബെന്യാമീൻ ദേശത്ത്, അത്രയും പോകണ്ട, 1-ാം അധ്യായം ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. 5-ാമത്തെ വാക്യം പോലെ വായിച്ചാട്ടെ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടു, നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അയ്യോ യഹോവേ, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അവൻ ദൈവത്തോട് പറയാ, കർത്താവേ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ എന്തുവാണ്? ബാലനാണ്. അടുത്ത വാക്യം കൂടെ വായിക്കാം. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ ബാലനാണെന്ന് നീ എന്ത് ചെയ്യരുത്? പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും, ഞാനാ നിന്നെ അയക്കുന്നേ, നീ അവരുടെ അടുക്ക പോണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും, ഞാൻ നിന്നോട് എന്തോ പറയുന്നു അത് നീ അവരോട് പറഞ്ഞേക്കണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടിയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. താഴോട്ട് പിന്നെ നമ്മൾ വായിക്കാവുന്ന ഒത്തിരി വാക്യങ്ങൾ വായിക്കണം. ആ വാക്യത്തോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. യിരെമ്യാവിനോട് പറയുകയാണ്, സ്തോത്രം, ഞാൻ പറയുന്ന നീ പറഞ്ഞേച്ചാൽ മതി, പക്ഷെ നീ അവരെ പേടിക്കരുത് എന്ന് പറയുന്നുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ ജയിക്കത്തില്ല. സ്തോത്രം. ഈ നല്ല പ്രവചനമൊക്കെ ഇപ്പം മോളെ അമേരിക്ക വിടുമെന്നും ലണ്ടനിൽ വിടുമെന്നും പാരീസ് വിടുമെന്നും ഒക്കെ ദൂത് കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കൊണപ്പെടാൻ പറയുന്ന ദൂത് അത്ര സന്തോഷമില്ല. ഒരാൾ വീട്ടിലൊരു പ്രവാചകനെ വിളിച്ചു വരുത്തി. പുള്ളി പറഞ്ഞു, നീ ചൊവ്വ മാനസാന്തരപ്പെട്ടില്ല, ദൈവം നിന്നെ കീറിക്കളയും. നമ്മൾ പുള്ളിയുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും. എന്നാൽ നിന്റെ മോള് ജർമ്മനിയിൽ നിൽക്കുന്ന കാണുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്ന പിണങ്ങൊന്നും ചെയ്യരുത്, കാര്യത്തിലോട്ട് വരിക.
മഞ്ഞ് പെയ്യുന്ന ഒരു രാജ്യത്തിലോട്ട് നിന്റെ കുഞ്ഞിനെ വിടാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ആ നമ്പർ സ്തോത്രം പ്രവാചകൻ അടിച്ചു തന്നെ ഇടും. അതിന്റെ കാരണം നല്ല ദൂതാ വന്നേക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ യിരെമ്യാവിനോട് പറഞ്ഞു, നീ എന്ന് പ്രവചിക്കുമ്പം അവർ നിന്നെ ഉപദ്രവിക്കും, അടിയൊക്കെ കിട്ടും. ചിലപ്പോൾ നല്ലതായിട്ട് പ്രവചിച്ച അടി കിട്ടും. സ്തോത്രം. കാരണം ദൂത് പറയുമ്പോൾ അടി കിട്ടും. അപ്പൊ അങ്ങനെ യിരെമ്യാവിനെ പിടിച്ച് എന്താണെന്നറിയോ, അവർ ഈ കാവൽപുരമുറ്റത്ത് സ്തോത്രം ഒരു വെള്ളമില്ലാത്ത കുഴിക്കകത്തിട്ടു. സ്തോത്രം. അപ്പൊ യിരെമ്യാവിന് യിരെമ്യാവ് പ്രവചിക്കുകയാണ്, നിങ്ങളെ ശത്രു പിടിച്ചോണ്ട് പോകും, നിങ്ങളെ ഉന്മൂലനാശം ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ ഇവർക്കങ്ങ് ദേഷ്യം വന്നു. ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയോ, യിരെമ്യാവിനെ പിടിച്ച് ഈ യിരെമ്യാ പ്രവചനത്തിൽ കിടപ്പുണ്ട്, 32-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൽ തന്നെ ആ വാക്യം കിടപ്പുണ്ട്. അവന് ഹല്ലേലൂയ 5-ാമത്തെ വാക്യം വായിച്ചു നോക്കി. 32:5. അവൻ സിദക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് സാധ്യമുണ്ടാകുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാടെന്നും. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. ഓക്കെ, നിങ്ങൾ ആ വാക്യത്തെ അവിടെ സ്തോത്രം നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്ന യിരെമ്യാവിനെ അവിടെ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അനന്തരം ബാബേൽ രാജാവിന്റെ സൈന്യം, അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. അപ്പൊ യിരെമ്യാവിനെ ഇപ്പൊ എവിടെ പ്രവചിച്ചോണ്ട് ഇപ്പൊ എവിടെ അടച്ചേക്കുവാ? കാവൽപുരമുറ്റത്ത് അടച്ചേക്കുവാ. അപ്പൊ പ്രവചിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ പ്രവചിക്കണം. ചൊവ്വ പ്രവചിച്ചില്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടപ്പോഴും പ്രവാചകന് ദൈവം ദൂത് കൊടുക്കുക. ആ ദൂത് എന്താണെന്നറിയോ? ദൈവം പറഞ്ഞുറപ്പിക്കുക. ഞാൻ തുടക്കത്തിലേ പറയാം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സാഹചര്യത്തിനെതിരായാലും ദൈവം അത് നിവർത്തിച്ചിരിക്കും. ഒരാമയും പറയണം. ഇവരോട് പറയുകയാണ്, നിങ്ങളെ ഇവിടുന്ന് ശത്രു പിടിച്ചോണ്ട് പോകും, പക്ഷെ നിങ്ങൾ തീരാൻ പോകുമല്ല, നിങ്ങൾ തിരിച്ചു വരും. ഒരാമയും വരുന്നില്ല. അപ്പം സ്തോത്രം, ഇത് അവരോട് പ്രവചിച്ചപ്പോ എന്തിനാ നിങ്ങളെ ശത്രു കൊണ്ടുപോകുന്നത്? എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പൊ രൂപാന്തരപ്പെടണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? യിരെമ്യാവിനെ പിടിച്ച് കാവൽപുരമുറ്റത്ത് അടച്ചു. സ്തോത്രം. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ പ്രവാചകൻ പറയാം, നിങ്ങൾ തിരിച്ചു വരും. അപ്പൊ ഈ കുറെ പ്രവചിച്ചു കഴിഞ്ഞപ്പോ ഈ പുള്ളിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. കർത്താവേ, ഇനിയും തിരിച്ചു വരുവോ? അങ്ങനെ ഈ സാഹചര്യത്തിനെതിരെ ഒരിക്കലും ഒരു പ്രവാചകൻ പ്രവചിച്ചു, നാളെ ഈ നേരത്ത് ശമര്യയുടെ വടിവാതുക്കൽ അളവ് നടക്കാൻ പോവാ. കഴുതത്തളിക്കും പ്രാകാഷ്ടത്തിനും വരെ ബലം കയറിയിരിക്കുക. പക്ഷെ അന്നേരം പറയാം, നാളെ അളവ് നടക്കും. അപ്പൊ ഇവിടെ സാഹചര്യങ്ങൾക്കെതിരെയാ പ്രവചനം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ദൂത് പറയുക, നീ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ വീട്ടിൽ നടക്കണം. നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് യെസ്, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ ജനം ശത്രു പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞപ്പം സ്തോത്രം, യിരെമ്യാവിന് ഒരു ചെറിയ കൺഫ്യൂഷൻ. ഇനി ഇങ്ങനെയൊക്കെ ആണോ? അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നറിയാം? യിരെമ്യാവിനോട് പറഞ്ഞു. സ്തോത്രം. യിരെമ്യാവിനോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങോട്ട്. അത് ചരിത്രം ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിലോട്ട് നമുക്ക് വരാം. ഹല്ലേലൂയ. സ്തോത്രം. അവനോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ അരുളി ചെയ്തതുപോലെ. 7-ാമത്തെ വാക്യം ഒരു വായിച്ചാട്ടെ. നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക. അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. 8-ാമത്തെ വാക്യം. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമേൽ. ഇളയപ്പന്റെ മകൻ എന്ന് പറഞ്ഞ ആരാ? അപ്പന്റെ അനുജന്റെ മോൻ. ദൈവത്തിന് സ്തോത്രം. ഇളയപ്പന്റെ മകൻ. ദൈവത്തിന് സ്തോത്രം. ഇളയപ്പന്റെ മകനോട് പറഞ്ഞു. എന്താന്ന് വായിച്ചേ? എന്റെ ഇളയപ്പന്റെ മകൻ ഹനമേൽ കാവൽപുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ. അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പ് നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണമെന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാടെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ച് വില 17 ശെക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. 17 ശെക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ആ നിലം ഇങ്ങ് വാങ്ങിച്ചു. ആധാരം എഴുതി മുദ്രയിട്ടു. സാക്ഷികളെ കൊണ്ട് ഒപ്പിടിയിച്ചു. ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. എനിക്ക് വലിയൊരു ബോധ്യം തരിക, എന്തോ ചില ക്രയവിക്രയങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കും. വിൽക്കാനുള്ളത് വിൽക്കുകയും വാങ്ങാനുള്ളത് വാങ്ങാനും ഒക്കെ ഉള്ള വഴികള് കർത്താവ് എവിടൊക്കെയോ തുറക്കാൻ പോവുക.
അല്ലെങ്കിൽ ഇന്നിപ്പോ ചിലരോട് പറയാ, ചില ആധാരം എഴുത്തുകൾ നടക്കട്ടെ. ചില യേശുവിൻ്റെ നാമത്തില് വർഷങ്ങളായി ബ്ലോക്കായി കിടക്കുന്ന പലതും ഈ ദിവസങ്ങൾ എഴുതി തുടങ്ങട്ടെ. നടക്കുവാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ഓ ഹല്ലേലൂയ, അവൻ ദൈവത്തിന് സ്തോത്രം, ആധാരം എഴുതിച്ചോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപുരമറ്റ് തിരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുക ആധാരം മഹസേയാവിന്റെ മകനായ നേര്യാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു. അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായി ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ കൊണ്ടൊരു മൺപാത്രത്തിൽ വെക്കുക. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇരമ്യാവ് പറയുകയാണ്, ഈ ആധാരം എടുത്ത് ഒരു മൺകലത്തിനകത്തിട്ട് ഏറെ നാൾ സൂക്ഷിക്കേണ്ടതിന് അടച്ചു മുദ്രയിടണം. ഇനിയും ഈ ദേശത്ത് വിൽപ്പന നടങ്ങും, വാങ്ങലും നടക്കും, മുന്തിരിത്തോട്ടം നടുകയും ചെയ്യും. അതിനർത്ഥം നീ പ്രവചിച്ചത് വെറുതെ അല്ല, ഇത് നടക്കാൻ പോവുക. ഓ യേശുവിൻ്റെ നാമത്തില് ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ ദൈവം പ്രവചിച്ചു പറയുക. ചിലത് വിൽക്കാനും ചിലത് വാങ്ങ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വലിയ ബോധ്യം പരിശുദ്ധാത്മാവ് തരുവാ. ഇതിനകത്ത് റമന കുരുങ്ങിക്കിടക്കുന്ന ചില പ്രോപ്പർട്ടിയുടെ വിഷയത്തിനകത്ത് ഇന്ന് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. എന്നോട് ദൈവം പറയാം, ചിലതൊക്കെ നടക്കാനൊരു സമയമുണ്ട്. ഞാൻ ആത്മാവിൽ കാണുകയാ, ചിലതൊക്കെ നടക്കാനൊരു സമയമുണ്ട്. ദൈവം ഇതിനകത്തോട് ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അല്ല, ചിലരെ ഇന്ന് കർത്താവ് തൊടും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ജനിച്ചിടത്തല്ല ഇപ്പൊ താമസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട് വെച്ചിടത്തുമല്ല ഇവിടെ താമസിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തു നിന്ന് 4 കിലോമീറ്റർ ദൂരെ ഒരു വീടൊക്കെ വെച്ച് ഇനി ആ വീട്ടില് നിന്നോണ്ട് താമസിച്ചോണ്ട് ദൈവം തരുന്ന സമയമൊക്കെ സുവിശേഷ വേല ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പം ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടില് ഒരു ദൈവദാസം വന്നപ്പോൾ എൻ്റെ സ്നേഹിതനാ, പുള്ളി എൻ്റെ വീട്ടിലും കയറി. പുതിയ വീടില്ലേ, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വെച്ച് പറഞ്ഞു, പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അയ്യോ, ബലൂണിന്റെ കാറ്റടിച്ചു വിട്ടവനായിപ്പോയി. ഇനി എന്നോട് പറഞ്ഞു, ഞാൻ പോകുകയല്ല. ഭയോ 6 മാസം. ഇപ്പൊ അവിടുന്ന് 60 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. മിണ്ടുന്നില്ല. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിന്നെ എത്തിക്കാനിടത്ത് എത്തിക്കാൻ. നിന്റെ വീട്ടിൽ എല്ലാവരും ഉള്ളതുപോലെ അല്ല നീ ഒരു വ്യത്യസ്തനാ. ഇശായിക്ക് ഒത്തിരി പിള്ളേരുണ്ട്, പക്ഷെ ദാവീദ് വ്യത്യസ്തനാ. മിണ്ടുന്നില്ല. യെസ്, യാക്കോബിന് ഒത്തിരി പിള്ളേരുണ്ട്, പക്ഷെ യോസഫ് വ്യത്യസ്തനാ. യോസഫ് ഇരിക്കുന്ന ഇരിപ്പിടം വ്യത്യാസമാ. യോസഫ് പോകുന്ന വഴി ഗ്ലോറി ടു ഗോഡ്. എന്നോട് ദൈവാത്മാവ് പറയാ, ദൂത് വെളിപ്പെടുത്തി തരിക. കൂട്ടുകാരിൽ പരമായി ചിലരെ ഇന്ന് ആനന്ദ തൈലം കൊണ്ട് എൻ്റെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവാ. ഓ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക. ചിലരുടെ പാർപ്പിടം മാറാൻ പോവുക, ചിലരുടെ പ്രോപ്പർട്ടി മാറാൻ പോവുക, ചിലരുടെ ഇരിപ്പിടം മാറാൻ പോവുക, ചിലരുടെ സ്തോത്രം ഓ യേശുവിൻ്റെ നാമത്തില് ദൈവം അത് വെളിപ്പെടുത്തി തരുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. പോട്ടെ, അവിടെ നിന്നാൽ നമ്മൾ വേറെ ഭാഗത്തോട്ട് പോകേണ്ടി വരും. അപ്പം നമുക്ക് അവിടുന്ന് പെട്ടെന്ന് വരാം. ഇന്നത്തെ ദൂതിലോട്ട് വരണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 15-ാമത്തെ വാക്യം അവിടെ എഴുതി വായിച്ചത്, ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. യിരെമ്യാവിനോട് പറയുകയാണ്, ഇളയപ്പന്റെ മോന്റെ സ്ഥലം വാങ്ങിച്ച് എന്ത് ചെയ്യണം? ആധാരം എഴുതി അത് മൺകലത്തിനകത്ത് അടച്ച് കുഴിച്ചിട്ടോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നീ തിരിച്ചു വരും എന്നുള്ള ഉറപ്പാ. നീ തിരിച്ചു വരും. ശത്രു എത്ര വിളയാടിയാലും നീ തിരിച്ചു വരും. നിന്ന് വാദിക്കുന്ന ശക്തികളുടെ മുമ്പിൽ തിരിച്ചു വരും. നിനക്ക് ചില അടയാളങ്ങൾ തരാൻ പോവുക.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിടുവിക്കപ്പെടുമെന്നുള്ളതിന് ചില അടയാളം, നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കുമെന്നുള്ളതിന് ചില അടയാളം, നിന്റെ ലൈഫ് തകരത്തില്ലെന്നുള്ള ചില അടയാളം ദൈവം നിനക്ക് തരാൻ പോവാ. ഓ ഹല്ലേലൂയ. നമുക്ക് അല്പം കൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് പോകാം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഇനിയും ഇവിടെ വിൽപ്പന നടക്കും, വാങ്ങലും നടക്കും. അവിടെ മിണ്ടുന്നില്ല. വീട് ജപ്തി കിട്ടിയ യോധന വന്നേക്കാം, പക്ഷേ വിൽപ്പന നടക്കും, വാങ്ങലും നടക്കും, നടിയിലും നടക്കും, ഫലവും എടുക്കും. അവിടെ മിണ്ടുന്നില്ല. നടിയിലും നടക്കും, ഫലവും എടുക്കും. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കാൻ പോവുക. എനിക്ക് ആത്മാവിൽ കിട്ടുന്നൊരു ബോധ്യം, ചിലതൊക്കെ നടക്കാൻ സമയമായി, ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സമയമായി, കഷ്ടകാലത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി, വാഗ്ദത്തങ്ങൾ ചുരുളഴിഞ്ഞു വെളി പറ 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 പറ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അച്ഛനൊന്ന് കൈപോക്കി പിടിക്കാവോ? അച്ഛാ, ഈ ശിംശോനെ ഈ ഫെലിസ്തീറി കയറി വലിയ കയറുകൊണ്ട് കെട്ടിയ ഒതുക്കാൻ. പക്ഷെ പെട്ടെന്ന് ശിംശോന്റെ മേൽ ദൈവാത്മാവ് ഒന്ന് എഴുന്നേറ്റിരിക്കാം. ദൈവാത്മാവ് വന്നപ്പോഴേ ഈ ശത്രു കെട്ടിയതെല്ലാം ചണനൂല് പോലെ അങ്ങ് കരിഞ്ഞു. ഗ്ലോറി. ഇന്ന് അസാധാരണമായ ഒരാത്മപ്രവൃത്തി നിന്റെ മേൽ വരും. നീ ഈ സ്ഥലത്തിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ കെട്ടിയ സകല കയറുകളും അച്ഛാ കെട്ടപ്പെട്ടു പോയ പിന്നെ തല ഉയർത്തി മുന്നേറാൻ വയ്യാത്ത സാഹചര്യമാണ്. ശരിയാണെന്ന് ഞാൻ പറയുന്നു. കെട്ടപ്പെട്ടിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. കാരണം നല്ല ലെവലിൽ ജീവിച്ച ആളാണ്. ഓരോന്നും നഷ്ടപ്പെട്ടു. ഇപ്പൊ നഷ്ടമല്ലാതെ ഒന്നും പറയാനില്ല. അകത്ത് പ്രത്യാശയുള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? ജീസസ് നിന്നെ തകർത്തൊരു വ്യക്തിയുണ്ട്. നിനക്കറിയാം, അത് 7.5 വർഷം പുറകിലത്തെ ചരിത്രമാണ്. ഇന്ന് ദൈവാത്മാവ് അങ്ങോട്ട് പോയിട്ട് നിന്നെ എന്ന് കെട്ടിയോ ആ കയറ്, ഞാനൊരു വെളിപ്പാട്, കാലപ്പഴക്കം ചെന്ന ബന്ധനങ്ങൾ കരിയും ഇന്നത്തെ പ്രാർത്ഥനയിൽ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അച്ഛന് മാത്രമല്ല, നിങ്ങൾക്ക് വിടുതല. 1 മിനിറ്റ് വിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിനകത്തൊരു തീ ആളി കത്തുകയാ യേശുവിന്റെ നാമത്തിൽ. യെസ്, നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീട് വരെ ദൈവം പോകുക. അവിടെ കെട്ടിയിട്ടേക്കുന്ന ചിലതിനെ അഴിക്കാനുണ്ട്. നിനക്കല്ല ബന്ധനം, നിന്റെ വീട്ടിലാ ബന്ധനം. ഓ റബല ഹംസി. അസാധാരണമായ ദൈവപ്രവൃത്തി എല്ലാവർക്കും ഇല്ല. യെസ്, ഇതിനകത്ത് 3 പേരുടെ ദേഹത്ത് പിശാചിരിപ്പുണ്ട്. അത് ഇന്ന് പകൽ അലറി വെളിപ്പെടണം. ഇതിനകത്ത് അത് ഇരിക്കാൻ പാടില്ല. ആ ദുഷ്ടശക്തി ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല. ഇന്ന് അപ്പം നമുക്ക് വളരെ വേഗം മുമ്പോട്ട് പോകാം. വചനം പറഞ്ഞെങ്കിൽ മാത്രമേ ഹല്ലേലൂയ മുന്നോട്ട് നമുക്ക് ശുശ്രൂഷകൾ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. വചനം പറയുമ്പോഴാണ് വെളിപ്പാട് കിട്ടുന്നത്. വചനം പറയുമ്പോഴാണ് ദൂത് കിട്ടുന്നത്. വചനം പറയുമ്പോഴാണ് അരുളപ്പാട് കിട്ടുന്നത്. അല്ല, എല്ലാം വചനത്തിൽ കൂടെയാണ് വെളിപ്പെടുന്നത്. അപ്പം നീ ആധാരം ഒരു കലത്തിലാക്കി മുദ്ര ചെയ്ത് അമ്മ വെച്ചോളാൻ പറഞ്ഞു. കാരണം ഇനിയും ഇത് വിൽക്കുകയും ചെയ്യും, വാങ്ങുകയും ചെയ്യും. ഇവിടെ മുന്തിരി ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം പറയുകയാണ്, പേടിക്കൊന്നും വേണ്ട. അമ്മ ഈ സ്ഥിതിയൊക്കെ ഉടനെ മാറും. നീ വിൽക്കുകയും ചെയ്യും, വാങ്ങിക്കുകയും ചെയ്യും, മുന്തിരിത്തോട്ടം നടുകയും ചെയ്യും, മുന്തിരിയുടെ നന്മ അനുഭവിക്കുകയും ചെയ്യും. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം 16-ാമത്തെ വാക്യത്തിലോട്ട് നമുക്കൊന്ന് കയറാം. അങ്ങനെ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ, യഹോവയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്തെ 19-ാമത്തെ വാക്യമാണ്
നമ്മൾ ഇവിടെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തത്. ആ വാക്യം ശ്രദ്ധിക്കണം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഈ അതിന്റെ തൊട്ടു മുകളത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 18 കൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. നീ ആലോചനയിൽ വലിയവനും കർത്താവേ, നീ ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. 3 ദൂതാണ് ഇതിനകത്തൊന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. 1, നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. 2, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവം. 3, നമ്മുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്ന ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആലോചനയിൽ വലിയവനാ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ദൈവം ആലോചനയിൽ വലിയവനാ. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ കൃപയിൽ വന്നേ പിന്നാണ്, ഈ കർത്താവിനെ കണ്ടേ പിന്നാണ് ദൈവാലോചന എന്ന പദം നമ്മൾ കേൾക്കാൻ തുടങ്ങി, അല്ലേ? കൂടുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങി എന്തുവാ? ദൈവാലോചന. ഇപ്പം ചിലർ പറയും, ബ്രദർ എവിടെ പോവാ? ഞാൻ മോടെ കല്യാണം ദൈവഹിതമാണോ എന്നൊന്ന് ആലോചന ചോദിക്കാൻ പോവാ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവര് എന്ത് കാര്യം ചെയ്താലും ദൈവത്തോട് ചോദിച്ചേ ചെയ്യത്തുള്ളൂ. പിന്നെ ചിലങ്ങ് ലിമിറ്റ് വിട്ടങ്ങ് ചോദിക്കും. പച്ചവെള്ളം കുടിക്കട്ടെ, അതും ദൈവത്തോട് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല, പച്ചവെള്ളമൊക്കെ ചോദിക്കാതെ കുടിക്കാം, ഉണ്ടെന്നില്ലല്ലോ. സ്തോത്രം. നാളെ ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഒരു കടയിൽ പോയാൽ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നണം വരെ ഞാൻ ആ കടക്കകത്തൂടെ കറങ്ങും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്തോത്രം. അതൊക്കെ ഒരു വേറൊരു ലെവലില്ല. ഞാനൊരിക്കൽ ഒരാളോട് ഭക്ഷണം കഴിക്കാൻ പോയപ്പം ഹോട്ടലുകാർ വെള്ളം കൊണ്ടുവച്ചപ്പോൾ പുള്ളിക്കാരൻ ആ വെള്ളത്തിൽ വിരലിട്ടിച്ച് 2 പ്രാവശ്യം ഇങ്ങനെ കുടയുന്നു. ഞാൻ ചോദിച്ചു, അതെന്നാ പറ്റി? വെള്ളത്തെ ശുദ്ധീകരിച്ചതാ. ഞാനത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥയോർത്ത്, ദൈവമേ എന്തോ ചെയ്യും. സ്തോത്രം. അവള് കറി വെച്ചോണ്ട് കൊടുത്താൽ ശുദ്ധീകരിക്കും. അങ്ങനൊന്നും അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ നിർണായകരമായ ഏത് തീരുമാനമെടുത്താലും അതിന് ദൈവത്തിൻ്റെ ഒരാലോചന ദൈവമക്കൾ ചോദിക്കും. അപ്പൊ ചിലരൊക്കെ സ്തോത്രം ആ ആലോചന ചോദിക്കാൻ മുമ്പിൽ ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. ദൈവം സംസാരിക്കുന്ന എല്ലാ വചനങ്ങളും ദൂതുകളും നമുക്കുള്ള ആലോചനയാണ്. നമുക്കുള്ള ആലോചനയാന്ന് അറിയുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, നിനക്കുള്ളതെന്ന് എങ്ങനെ അറിയുന്നതെന്നറിയോ? ആ ആലോചന നമ്മുടെ അകത്തുനിന്ന് പോവുകയില്ല. ഒരാമയും വരും. ആ ആലോചന നമ്മുടെ അകത്തുനിന്ന് പോകത്തില്ല. സ്തോത്രം. ഉറങ്ങിയാലും പോകത്തില്ല, ഭക്ഷണം കഴിച്ചാലും പോകത്തില്ല. അന്നേരം ഈ ആലോചന നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. ഞാനൊരു പ്രതിസന്ധി നിൽക്കുമ്പം ഒരു ദൈവദാസ സഭയെ വന്ന് പ്രസംഗിച്ചൊരു വചന, ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് ആ വചനത്തിൻ്റെ ദൂത് പോയിട്ടില്ല. തിരുവായി കൊണ്ട് ഞാൻ അരുളി ചെയ്യുകയും തൃക്കൈ കൊണ്ട് ഞാൻ നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഞാൻ 1,00,000 വചനം കേട്ടിട്ടുണ്ടെങ്കിലും ഈ വചനം എൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് പോവുകയില്ല. സ്തോത്രം. ഇനി നമുക്ക് 32 സങ്കീർത്തനം എടുത്തുകൊണ്ട് ധ്യാനം തുടങ്ങാം. 32 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്ന ഒരു വാക്കാണ്, നമുക്കൊന്ന് കേൾക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവം സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാനൊരു ദൂത് തുടങ്ങുക. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് പോകേണ്ട വഴി കാണിച്ചു തരും. നിന്റെ തകർച്ച കാണാൻ നോക്കുന്നവർ ലജ്ജിക്കത്തക്ക രീതിയിൽ ദൈവം നിനക്ക് വഴി കാണിച്ചു തരും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? വഴി കാണിച്ചു തരും. ഇന്ന് എന്തോ എനിക്ക് ആത്മാവിൽ വെളിപ്പെടുന്ന ഒരു കാര്യം പറയാൻ, ചിലരുടെ വഴിമധ്യത്തിൽ നിൽക്കുന്ന ഇരുട്ട് മാറാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ പാത പ്രകാശിക്കാൻ പോവാ. എന്റെ വചനം നിന്റെ കാലിന് ദീപവും. ബാക്കി പറ. രാമീൻ പറയണം. ഇരുട്ട് മൂടിയ മേഖലയിലൊക്കെ പ്രകാശം വരാൻ പോവാ.
നാട്ടുകാർ ചിരിക്കുന്നുണ്ട് നിന്റെ ഭാവി ബ്ലോക്ക് ആയത് കണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് ചിരിയില്ല. കാരണം എന്താ? നിന്റെ വഴി തെളിയാൻ പോവാ. ഓ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ കണ്ട നിരാശയാ. മോശയ്ക്ക് നിരാശയില്ല, വഴി തെളിയാൻ പോവാ. ഒരാമയും വരുന്നില്ല. അമ്മ ഇസ്രായേലിന് യോർദാൻ കണ്ട പേടിയാ. യോശുവയ്ക്ക് പേടിയില്ല. കാരണം എന്താ? വഴി തെളിയാൻ പോവാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയാ, 2025 ജനുവരി മാസം വഴി തെളിയുന്ന മാസം. നിന്റെ നിന്റെ കടബാധ്യത മാറാനുള്ള വഴി തെളിയാൻ പോവാ. നിന്റെ കുഞ്ഞിന് യാത്ര ചെയ്യാനുള്ള വഴി തെളിയാൻ പോവാ. വിശുദ്ധ ജീവിതം നയിക്കാനുള്ള വഴി തെളിയാൻ പോവാ. നന്മ അല്പ ദിവസം കഴിഞ്ഞ് നീ തിരിച്ചു വരുവാൻ പറയാൻ പോകുന്ന വാർത്ത വഴി തെളിഞ്ഞു എന്ന വാർത്തയാ. ഒരാമയും പറഞ്ഞാട്ട് എഴുതിയിട്ട് വഴി തെളിയാൻ പോവാ. നിന്റെ സന്തതിയുടെ ഭാവിക്കുള്ള വഴി. കർത്താവ് എന്നോട് പറയാം, ജനത്തോട് മാത്രമല്ല എന്നോടും പറയും. കർത്താവ് പറയുകയാണ്, നിനക്കും വഴി തെളിക്കാൻ പോവാ. ഒരാമയും വരുന്നില്ല. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് ചെന്ന് വിശ്വാസം പറ, വഴി തെളിയാൻ പോവാന്ന് പറ. ചിരിച്ചോണ്ട് പറ, വഴി തെളിയാൻ പോവാ. ഒരു സാധ്യതയുമില്ല. സ്ഥിതി യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. പത്രോസ്, നിന്നെ ബന്ധിക്കാൻ ഹെരോദാവിന് കഴിയും, നിനക്ക് വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. ജീസസ്. പൗലോസ്, നിന്നെ ബന്ധിച്ചിടാൻ രാജാവിന് കഴിയും, പക്ഷെ ബന്ധിച്ചവനെ സ്നാനപ്പെടുത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടൊക്കെ എന്തോ ദൈവത്തിന്റെ ദൂത് വരിക. യേശുവിന്റെ നാമത്തിൽ വഴി തെളിയാൻ പോവുക. എഴുതിയിട്ടോ ഈ ചില മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പം നമുക്ക് ഇച്ചിരുടെ ദൂത് മനസ്സിലാകും. ഒന്ന് വായിച്ചു കേട്ടാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും. Glory to God. നിന്റെ ഭാവി ഇതല്ലെന്നൊരാലോചനയുണ്ട്. ഇപ്പോൾ നീ അനുഭവിക്കുന്നതല്ല നിന്റെ ഫ്യൂച്ചർ. അതിനപ്പുറത്ത് നിനക്കൊരു ഫ്യൂച്ചറുണ്ട്, ഒരു ഭാവിയുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ ഇന്നൊരാലോചന ദൈവത്തിൽ നിന്ന് വരണം. ഇരമ്യാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇരമ്യാ പ്രവചനത്തിൽ. അതോടെ നമുക്ക് വായിക്കുമ്പോൾ ഇച്ചിരുടെ കാര്യങ്ങൾ ചെയ്യും. ഇരമ്യാ പ്രവചനം 23-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. ഇരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യം. യഹോവയുടെ വചനം ദർശിച്ചു കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ? അവന്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നവൻ ആർ? അവന്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ? ഒരിക്കലും ദൈവാലോചനയിൽ നിന്ന് മാറിപ്പോകരുത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കണമോ അതൊക്കെ ദൈവം തീരുമാനിക്കണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നമുക്കതിനോട് ചേർന്നുള്ള വാക്യങ്ങളോടൊന്ന് വായിച്ചാൽ ഇച്ചിരൂടെ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. 22 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴേലൊക്കെ പ്രസംഗം കേൾക്കുമ്പോഴേ ഈ നമ്മൾ ചെയ്ത ചില തെറ്റൊക്കെ ഈ ദൈവത്തിന്റെ ഈ പ്രവചനങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്നാണെന്നറിയാം. ഇപ്പൊ ഞാൻ ഒരാളോട് പ്രവചിക്കുന്ന എനിക്ക് പോലും അറിയത്തില്ല. ഒരാൾ തെറ്റ് ചെയ്തേച്ച് വന്നിരിക്കുകയെന്ന് വിചാരിച്ചു. എന്ത് തെറ്റും ആയിക്കോട്ടെ. തെറ്റെന്ന് പറയുമ്പോഴേ വലിയ തെറ്റൊന്നും ചിന്തിക്കരുത്. തെറ്റ് ചെയ്തേച്ച് വന്നിരിക്കുക. അവൻ്റെ അടുക്ക് ചെന്നിട്ട് ദൈവം പ്രവചിക്കുകയാണ്, നിനക്ക് നല്ല ഭാവിയുണ്ട്, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ആ ഭാവിയിൽ നീ എത്തും. നമുക്ക് വല്ലതും പിടി കിട്ടിയോ? പ്രവചിച്ചവന് പിടി കിട്ടിയോ? ഇല്ല. പക്ഷെ അവന് പിടി കിട്ടി. അവൻ്റെ ഈ കുഴപ്പം മാറ്റണമെന്നാ. നിങ്ങൾക്കറിയാം, ദൈവം ഒരുത്തനെ പരസ്യമായി അവഹേളിക്കുന്നവനല്ല. ഈ സ്തോത്രം, ദാവീദിന്റെ അടുക്കല് നാഥാം പ്രവാചകൻ ചെന്നു. ചെന്നിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, നിന്നെ അമ്പുരാൻ കീറുന്നൊന്നുമല്ല പറഞ്ഞു. ഒരു കുഞ്ഞൊരു കഥ. ഒരു മനുഷ്യന് ഒത്തിരി ആടുണ്ടായിരുന്നു, ഒരു മനുഷ്യന് ഒരാടുണ്ടായിരുന്നു. ഒത്തിരി ആടുള്ളവൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ ഒരാടിനെ പിടിച്ച് കറി വെച്ചു.
കാരണം ദാവീദ് സിംഹാസനം അവനെ കൊല്ലണമെന്ന് പറഞ്ഞു. എന്നാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നീയാന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ ആർക്കും പിടികിട്ടു, പക്ഷെ പുള്ളിക്ക് പിടികിട്ടു. പുള്ളി പോയി കിടന്ന് കരഞ്ഞു. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞുപേക്ഷിച്ചാൽ. ചിലൊക്കെ പറയും ഇപ്പോഴത്തെ എല്ലാം കള്ളപ്രവാചകന്മാരെ വെച്ച് കീറണമെന്ന് പറയും. ഇപ്പൊ ഒരാള് ഒരു തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹവും ദൈവവും കൂടെ നിരന്നാൽ പിന്നെ ഒരു പ്രവാചകനും അത് വെളിപ്പെടുകയില്ല. മിണ്ടുന്നില്ല. പാപം നിർത്താനും പാപം ക്ഷമിക്കാനും ദൈവത്തിന് കഴിയും. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് ഒരാളെ മാനുഷിക ബുദ്ധി കൊണ്ട് വിധിക്കരുത്. അങ്ങനെ വിധിക്കുന്ന ബൈബിൾ പറയാ, വിധിക്കരുത്, വിധിച്ചാൽ നീ വിധിക്കപ്പെടും. മറ്റൊരാളെ നമ്മൾ വിധിക്കാൻ പാടില്ല. നമുക്ക് ദൈവവുമായിട്ടാ ബന്ധം. ഇപ്പൊ തെറ്റ് ചെയ്ത ഒരാള് കർത്താവിന്റെ അടുക്കൽ ഏറ്റു പറഞ്ഞു, എന്നിട്ട് അവൻ വന്നിരിക്കുമ്പോ ചിലപ്പോ അവനോട് നല്ല ദൂതായിരിക്കും കർത്താവ് പറയും. കാരണം ഇനി ഒരിക്കലും അവൻ തെറ്റ് ചെയ്യാത്ത ദൂത്. ഞാനൊരിക്കലും ഒരു കുടിയനെ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക വന്നു. ഭയങ്കര കുടിയനായിരുന്നു. പക്ഷെ അവനോട് എന്നോട് ദൈവം പ്രവചിക്കാൻ പറഞ്ഞു. ഞാൻ പ്രവചിച്ചു. ഞാൻ തന്നെ കണ്ണു തെളിപ്പോയി. നമ്മളോടൊക്കെ നിനക്ക് ബന്ധനമുണ്ടും പോരാട്ടമുണ്ടെന്ന്. പക്ഷെ ആ കുടിയനോട് പറയാം, നിനക്ക് ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ ലൈഫ് ഭയങ്കര ബ്ലെസ്ഡ് ആകും, ആമീൻ, നിനക്ക് വഴികൾ തുറക്കും, നിന്റെ സന്തതി. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ചാൾ കഴിഞ്ഞ് അവൻ എന്നെ കണ്ടപ്പം പറഞ്ഞു, അന്ന് ഞാൻ കുടി നിർത്തിയെന്നു. ഞാൻ ആരാകുമെന്ന് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ആ ദൂത. നീ കുടിക്കുന്ന മദ്യത്തിനകത്ത് ബന്ധനമുണ്ട്, അതിൻ്റെ ഉദരം തകർത്ത് കളയും, നീ ക്യാൻസർ രോഗിയാവുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അവൻ അന്ന് രക്ഷിക്കപ്പെട്ടു. അവൻ്റെ കുഞ്ഞുങ്ങൾ വേറൊരു രാജ്യത്ത് പഠിക്കാൻ പോയി. ഇവൻ അവിടെ പിള്ളേരോടൊപ്പം പോയിച്ച് വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നാ കൂടി? അന്നത്തെ ദൂതിന് മുമ്പിൽ നിർത്തി. ദൈവത്തിനറിയാം ഇവനോട് ഇത് സംസാരിച്ചാൽ ഇവൻ്റെ കണ്ണ് തുറക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നോട് ദൈവം ഇടപെട്ടാൽ അടുത്തിരിക്കുന്ന ആർക്കത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ചുമ്മാതെ ആവശ്യമില്ലാത്ത വാക്കുകൾ വെച്ച് വിധിക്കരുത്. നീ ദൂത് തരുന്നവൻ ദൈവമാണ്. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഇന്ന് ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇതിനകത്ത് ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന നടക്കണം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. ഈ ആസാബ് പുള്ളിക്ക് ഒരിക്കൽ ഭയങ്കര വിഷമം വന്നു. 73 സങ്കീർത്തനത്തിലാണേ. ഈ ആസാബ് ആലയത്തിലെ പാട്ടുകാരനാണ്, വർഷിപ്പ് ലീഡറായിരുന്നു. ഈ പാട്ടുപാടി ഭയങ്കര ജനത്തെ ആത്മാവിൽ ആരാധിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഒരു ദിവസം പുള്ളിക്ക് ഈ ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരിയോട് എന്തോ തോന്നി, അസൂയ തോന്നി. 73 സങ്കീർത്തനം ഒന്ന് വായിക്കുന്ന നല്ലതാ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ആസാബ് പറയാ, ഒരു ദിവസം പുള്ളി യോഗത്തിന് വന്നില്ല. ഇപ്പൊ നമ്മുടെ ചർച്ചിൽ അന്ന് അൽബറിന്റെ കൂടെ കയറി പാടേണ്ട ആളാ, പക്ഷെ അന്ന് വന്നില്ല. വരാഞ്ഞതിന്റെ കാരണം എത്ര പാടിയിട്ടും പുള്ളിക്ക് ഒരു ഗുണം വരുന്നില്ല. ഇത് പറയാൻ എനിക്ക് ആസാഫിന്റെ കസിൻസ് വല്ലതും ഉണ്ട്, ഇന്ന് നിന്നോടുള്ള ദൂത. ഇപ്പൊ കുറെ പാടിയിട്ട് ഒരു ഗുണം വരുന്നില്ല. എനിക്ക് ഒരു കുഞ്ഞ് അസൂയ ഉണ്ടായി. ആരോടാ? അഹങ്കാരികളോട്. ആ വാക്യം ഒന്ന് വായിച്ചു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. കാരണം ഈ പാട്ട് പാടിയിട്ട് ഇവന്റെ അവസ്ഥ താഴെയുണ്ട്. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. ഈ ദുഷ്ടന്മാർക്ക് ഒട്ടും വേദനയില്ല. അവർ ഓരോ ആഴ്ച ഓരോ വില കൂടുക. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. അവര് മർത്യരെ പോലെ എന്തും ആവുന്നില്ല, കഷ്ടത്തിലാവുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. എനിക്കന്ന് എന്നും രോഗമാ, എന്നും പോരാട്ടമാ, എന്നും ഇല്ലായ്മയാ. അവനാന്ന് ദൈവത്തെ വിളിക്കത്തില്ല, ലോകത്തിനും വരത്തില്ല. അവൻ ഓരോ ആഴ്ച ഓരോ വില കൂടും.
കിട്ടുന്നില്ല. പുള്ളിക്ക് അങ്ങ് ടെൻഷൻ എടുത്ത് പുള്ളി പറഞ്ഞു, ഇനി ഞാൻ മേലാ യോഗത്തിന് പോകത്തില്ല. ഇവനെ ചിന്തിച്ചിട്ടൊരു അന്തവും കിട്ടാഞ്ഞപ്പം അവൻ നേരെ ദൈവാലയത്തിൽ പോയി. എന്നിട്ട് ദൈവത്തിന്റെ അടുക്ക ചെന്ന് നിന്ന് ഇവന്റെ അന്തം എന്തുവാകുമെന്ന്. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അത് വാക്യം എത്ര? 17. 73 സങ്കീർത്തനം 17 വാക്യം. ഒന്ന് വായിച്ചേ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴിവഴിപ്പിൽ നിർത്തുന്നു. അന്നേരം ഒരു കാര്യം മനസ്സിലായി, അവര് വഴിവഴിപ്പിൽ നിൽക്കുക. സ്തോത്രം. എന്നിട്ട് താഴോട്ട് വായിച്ചു വന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. 73 സങ്കീർത്തനം 24 വാക്യം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ഞാൻ പറയാ, കർത്താവേ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കും. ഇപ്പൊ ഇച്ചിരി കഷ്ടമുണ്ടെങ്കിലും ഞാൻ ചേരുന്നത് മഹത്വത്തിലായിരിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. രക്ഷിക്കപ്പെട്ട ഓരോ മക്കളെയും ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവം നടത്തണം. ഈ ദൈവാലോചന പ്രകാരം നടക്കുമ്പോൾ വരുന്നൊരു കുഴപ്പം പറയാം. കുഴപ്പമല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത വഴിയെ കൂടെ കർത്താവ് കൊണ്ടുപോകുന്നത്. അപ്പൊ ചോദിക്കുക, അത് പ്രാർത്ഥിച്ചാൽ വെളിപ്പെടത്തില്ല. യാക്കോബ് തലകുത്തി കടന്ന് പ്രാർത്ഥിച്ചിട്ടും യോസഫിന്റെ കാര്യം വെളിപ്പെട്ടില്ല. ഇല്ല. നിന്റെ രക്തബന്ധങ്ങൾക്ക് പോലും പിടികിട്ടാത്ത വഴിയെ കൂടെ നിന്നെ കൊണ്ടുപോകും. നിനക്ക് തന്നെ തോന്നുകയോ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി പൊട്ടക്കുഴി, അപവാദം, ജയില്, തീരാൻ പോവാന്നാ ചിന്തിക്കുന്നത്. ദൈവം വിളിക്കുന്നതല്ലടാ. നിനക്ക് വിധി എഴുതിയവൻ നാളെ പിന്നെ ഭിക്ഷച്ചാക്കം കൊണ്ട് നടക്കുമ്പോ നീ അവരുടെ മുകളിൽ ഇരിക്കും. അതിന്റെ കാരണം നിങ്ങൾ ആരും പോകാത്ത വഴിയാ എന്റെ വഴി. നിനക്ക് മനസ്സിലാകാത്ത റൂട്ടിൽ കൂടെ നിന്നെ ദൈവം കൊണ്ടുപോകുക. പ്രതീക്ഷിക്കാത്ത റൂട്ടിൽ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുക. എന്തിനാ? തീർക്കാനല്ല. ആമേൻ, ആമേൻ, ആമേൻ. അസാ പറയാ, നിന്റെ ആലോചനയാൽ നീ എന്നെ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കും. ഈ ദൈവാലോചന ഉള്ളപ്പോൾ തന്നെ ബൈബിള് പഠിക്കുമ്പോൾ ദുരാലോചനയുണ്ട്. എന്തുകൊണ്ട്? ദുരാലോചന, ദൈവാലോചനയ്ക്ക് വിരുദ്ധമായ ആലോചന. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി ഏതെല്ലാം ദുരാലോചന വന്നാലും നീ പേടിക്കരുത്. ഒരു ദുരാലോചന നിന്നെ തൊടുകയില്ല. നിന്റെ മേൽ ദൈവാലോചന വെളിപ്പെടും. സ്തോത്രം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ചില ദുരാലോചനകൾ മാറാൻ പോവുക, ചില ദുരാലോചനകൾ പരാജയപ്പെടാൻ പോവുക, ചില ദൈവാലോചന വെളിപ്പെടാൻ പോകുക. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക്. ഇനമേ പറയാ, എൻ്റെ ദൈവം ആരാന്നറിയാമോ? ആലോചനയിൽ വലിയവനാ. ഞാൻ 1-2 ആലോചന പറയണമെന്ന് വിചാരിച്ചാ നിൽക്കുന്നേ, പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അടുത്തിരിക്കുന്ന ആകൊന്ന് കൈ കൊടുത്ത് പറ, എൻ്റെ ദൈവം ആലോചനയിൽ വലിയവനാ. ചിരിച്ചോണ്ട് പറ, ആലോചന വലിയവനാ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആലോചനയിൽ വലിയവനാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആലോചന ദൈവത്തിൽ നിന്ന് കേൾക്കാൻ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആലോചന ദൈവത്തിൽ നിന്ന് കേൾക്കാൻ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വാക്യമുണ്ട്, അവനാൽ സ്നാനമേൽക്കാതെ അവർ ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. ലൂക്കോസ് 7-ാം വാക്യം. ഹല്ലേലൂയ. അതുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. ലൂക്കോസ് സുവിശേഷം 7-ാം 30-ാം വാക്യം. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ആർക്കാണ് സ്നാനം? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്ക്. എത്യോപ്യയിലെ ധനകാര്യമന്ത്രി തേരിലിരിക്കുമ്പോൾ ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. സ്തോത്രം. പ്രിയമേ, എത്യോപ്യയിലെ ധനകാര്യമന്ത്രി ചോദിച്ചു, ദാ വെള്ളം കിടക്കുന്നു, സ്നാനം വിലക്കുന്നത് ആര്? ഉത്തരം കേട്ടോ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം.
ഉടനെ ധനകാര്യമന്ത്രി പറയും, യേശു ക്രിസ്തു മാത്രം ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കാണ് സ്നാനം? യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നവർ. സ്തോത്രം. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ ജനിച്ച കുഞ്ഞ് പ്രായമാകുമ്പോൾ മരിക്കും, അല്ല രോഗം വരുമ്പോൾ മരിക്കും. രണ്ടാമതൊരു ജനനം ബൈബിളിൽ പഠിപ്പിക്കുന്നു. ആ ജനനത്തിൻ്റെ പേരാ വീണ്ടും ജനനം. വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ജനനം. പത്രോസ് ഇച്ചിലൂടെ കയറി വെളിപ്പെടുത്തി, കെടുന്ന ബീജത്താലല്ല. നമ്മളെല്ലാം ജനിച്ചത് കെടുന്ന ബീജത്താല. കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്താൽ വീണ്ടും ജനിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ജഡമനുഷ്യൻ മരിക്കും, നമ്മുടെ ആത്മമനുഷ്യൻ ജീവിക്കും. നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? പറ, അടക്കം എപ്പോഴാ? അല്ലാതെ മോള് ജർമ്മനിയിൽ നിന്ന് വരുമോ എന്നല്ല ചോദിക്കുന്നത്. അടക്കം ചത്ത ഒരാളെ ഏറ്റവും വേഗം കുഴിച്ചിടണം. കാരണം ഇരുന്നാൽ നാറ്റം വമിക്കും. സ്തോത്രം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിന്റെ ജഡമനുഷ്യൻ മരിച്ചു. ഇന്ന് നമ്മളെല്ലാം കൂടെ കൊണ്ടുപോയി അവരെ അടക്കാൻ പോവുക. എന്തിനാണ്? വെള്ളത്തിനകത്ത് മുക്കിയച്ച് ഉയർത്തുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തു മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ട പോലെ നിങ്ങളുടെ പാപ മനുഷ്യനെ ഈ വെള്ളമാകുന്ന കല്ലറയിൽ അടക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിച്ചു തുടങ്ങാം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. ഒരാൾ സ്നാനത്തിലൂടെ ക്രൂശ് മരണത്തിൽ പങ്കാളിയാകുകയും യേശു ക്രിസ്തുവിനോട് ചേരുകയുമായി ചെയ്യുന്നത്. സ്നാനത്തിലൂടെ ഒരാൾ എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? മരണത്തിൽ പങ്കാളിയാകാൻ ഇവിടെ വർഷിപ്പ് ചെയ്യുന്ന പാസ്റ്റർ അനിലിന്റെ വിവാഹം ഞാൻ നടത്തി. രാമീനും പറ, ഞാൻ ആ കല്യാണം നടത്തി. ആ കല്യാണത്തിന് നല്ല വിഭവസമൃദ്ധമായ ആഹാരമാണ്. വൈശാഖ ഭാഷ അന്ന് വന്നില്ല. ഇനി അനിലിന്റെ കല്യാണത്തിൽ ഒരിക്കലും പങ്കാളിയാകാൻ പറ്റത്തില്ല. കാരണം കല്യാണം കഴിഞ്ഞു. പക്ഷെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ഇപ്പോഴും പങ്കാളിയാ, സ്നാനത്തിലൂടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. നാം അവരുടെ മരണത്തിൽ പങ്കാളിയാകാൻ പോയോ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. എന്തിനാ വെള്ളത്തിനടി മുക്കുന്നത്? യേശു കല്ലറയിൽ അടക്കപ്പെട്ട പോലെ നിങ്ങളുടെ പഴയ മനുഷ്യനെ അടക്കണം. ഇതെന്തിനാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ പങ്കാളിയായി യേശുവിനോട് ചേർന്ന നീയും യേശു ഒന്നാകുക. എന്തിനു വച്ചേ? അങ്ങനെ നാം അവന്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഒരാമയും പറഞ്ഞാട്ട്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതിനാ സ്നാനം. മനസ്സിലാകണമെങ്കിൽ ഗലാത്യ ലേഖനം എടുത്ത് 2-ാം അധ്യായം എടുത്ത് 19-ാം വാക്യം പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യം. ആ വാക്യം സത്യത്തിൽ കാണാൻ പഠിക്കണം നമ്മളെല്ലാം.
ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടത് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണം സംബന്ധിച്ചു മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ ഉത്തരത്തിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി ഞാൻ അല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുക. ഈ അനുഭവം കർത്താവിനോട് ചേരുന്ന ഒരുവന്റെ ജീവിതത്തിന്റെ അനുഭവം. മനസ്സിലായോ? നമ്മളും ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാകുക. ഇവിടെ എന്നാ ഒച്ചപ്പാടുകളില്ലാത്ത, എത്ര പേര് കൂടിയാലും ഇവിടെ വഴക്കില്ലാത്ത എന്നാ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വന്നോണ്ട മിണ്ടുന്നില്ല. നമ്മുടെ വീടുകളിൽ വഴക്കുണ്ടാക്കാത്ത എന്നാ വഴക്കുണ്ടാക്കുന്നുണ്ടെ ചൊവ്വേ സമർപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാ. സ്തോത്രം. വഴക്കുണ്ടാക്കുന്നവരുണ്ട് ചൊവ്വേ കൊണപ്പെടണം. പണ്ട് ഒരാളെ സ്നാനപ്പെടുത്താൻ ഒരാൾ പറഞ്ഞു, ഒരു കൈ മാത്രം പെടത്തില്ലെന്ന് പറഞ്ഞു. ഒരു കൈ മാത്രം വെള്ളത്തിൽ പൊക്കി പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ വെച്ചു, ഒരുത്തൻ ഒന്നുകൂടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ചത്തതിനെ അടക്കാവൂ, ചൊവ്വ ചാകണം, ജഡമനുഷ്യനെ കൊല്ലണം, എന്നിട്ട് അടക്കണം. ഇനിയും ജീവിക്കുന്നത് നീയല്ല, നിന്നിൽ ക്രിസ്തു ജീവിക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, നിങ്ങൾ ക്രിസ്തുവിനെ വായിച്ചറിയുന്ന പത്രങ്ങളാണ്. ഒരാമയും വരുന്നില്ല. ഇങ്ങനെ പോയാൽ ഈ പ്രസംഗം എന്നത്തേതിനേക്കാൾ നിർത്തുക, സ്നാനത്തിലൂടെ കർത്താവിനോട് ചേരുക.